ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി ആയതോടെയാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും കുടുംബാസൂത്രണം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാനസികാരോഗ്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവും ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന്റെ പിന്നിലുണ്ട്. ഇന്ത്യ നമ്പർ 1. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം ഇന്ത്യയാണ്. ചൈനയെ പിന്തള്ളിയാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏപ്രിലിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 142.86 കോടിയും ചൈനയുടെ ജനസംഖ്യ 142.57 കോടിയുമാണ്. ലോകത്തെ 18% ഇന്ത്യയിലാണ്. അമേരിക്കയാണ് 3-ാം സ്ഥാനത്ത്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാനാണ്. 2050 970 കോടി. ലോക ജനസംഖ്യ 800 കോടി കടന്നതായി 2022 നവംബർ 15 ഐക്യരാഷ്ട്ര സംഘടന രേഖപ്പെടുത്തിയത്. 1974 400 കോടിയായിരുന്ന ജനസംഖ്യയാണ് 2022 ആയപ്പോഴേക്കും 800 കോടിയായത്. 2050 ജനസംഖ്യ 970 കോടിയാകും. അടുത്ത 50 വർഷം കൊണ്ട് ലോക ജനസംഖ്യ ഇരട്ടിച്ച് 1100 കോടിയിൽ എത്തുമെന്നാണ് ജനസംഖ്യാ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരിവൺ എന്നതാണ് 2024 ജനസംഖ്യാ ദിന പ്രമേയം. കഴിഞ്ഞ 30 വർഷമായി ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി മെച്ചപ്പെട്ടിട്ടുള്ളതായി UN വിലയിരുത്തൽ. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. മാനവരാശിയുടെ മുഴുവൻ വൈവിധ്യവും ഉൾക്കൊണ്ടാൽ മാത്രമേ ഒന്നിച്ചൊരു പുരോഗതി സാധ്യമാകൂ. 2024 ലോക ജനസംഖ്യാ ദിനം ലോകത്തിൽ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും തിരിച്ചറിയുന്നതിനും അവരുടെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് UN പോപ്പുലേഷൻ ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നതാലിയ കാനം പറഞ്ഞു.